പ്രൈസ് ദി ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം. ആകയാൽ നാം എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് മുൻഗണന കൊടുക്കുന്നവർക്ക് അവൻ സമയാസമയമായി സർവ്വതും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് സത്യമായ കാര്യമാണ്. എന്നാൽ നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് അമിതമായി വ്യാകുലപ്പെട്ട് ഇന്നുള്ള പ്രശ്നങ്ങളോട് അവയെ കൂട്ടിച്ചേർക്കുവാനായിട്ടാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. അതെ, ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കരുതലിനു വേണ്ടി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മാറ്റിവെക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു നിക്ഷേപം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള ഭക്തിയും ആയിരിക്കണം. ദൈവം തന്റെ മക്കൾക്കു വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. അവൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. അവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധാലുവും കരുതലും ഉള്ളവനാണെന്ന് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും രുചിച്ചറിഞ്ഞിട്ടുള്ളവരാ. ഈ കരുതൽ നമ്മുടെ ആത്മീയ വിഷയങ്ങളിൽ മാത്രമല്ല, ഭൗമികമായ ജീവിത ആവശ്യങ്ങളിലും ഈ ഒരു കരുതൽ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും. ദൂർത്തനായിരുന്ന പുത്രൻ തന്റെ അപ്പന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവന് അസമയത്ത് ലഭിച്ച ചില നന്മകളായിരുന്നു. എന്നാൽ വീട് നഷ്ടപ്പെട്ടപ്പോൾ ജീവിതത്തിൽ നിന്ന് സർവ്വതും അവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാമും ഇങ്ങനെ ചിന്തിക്കണം. അപ്പന്റെ കൂടെയാണ് നാം വസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നും നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ അപ്പനുമായിട്ടുള്ള ബന്ധം, സ്വർഗീയ ഭവനവുമായിട്ടുള്ള ആ ഒരു ബന്ധം എപ്പോൾ നാം നഷ്ടപ്പെടുത്തുന്നുവോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സകല നന്മകളും അവിടെ അപ്രത്യക്ഷമാകുമെന്നുള്ള കാര്യം കൂടി ഒരിക്കലും നാം മറക്കാതെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ല കാര്യമാണ്. ഒന്ന്, അസമയത്തുള്ള നന്മകൾ നമുക്ക് വേണ്ട എന്ന് തന്നെ വയ്ക്കാം. മറിച്ച് പിതാവ് നമുക്ക് എപ്പോൾ തരണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ സ്വർഗീയ സുഖങ്ങൾ മാത്രം ലഭിച്ചാൽ മതിയെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉറച്ചു നിൽക്കാം. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അപ്പനുമായിട്ടാണ് നമ്മുടെ അഭേദ്യമായ ബന്ധം. അതുകൊണ്ട് ഈ ബന്ധം ഒരിക്കലും മുറിക്കാതിരിക്കുവാനായിട്ട് സ്വർഗീയ ഭവനവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നാം ഒരിക്കലും മുറിക്കാതിരിക്കുവാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായ സമയത്ത് നമുക്ക് വേണ്ടി തമ്പുരാൻ കരുതിക്കൊള്ളും. പ്രിയമുള്ളവരെ, ആ ഒരു വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ധൈര്യത്തോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ടേക്ക് യാത്ര തുടരാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.